السلام عليكم ورحمة الله تعالى وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان صلى الله على سيدنا محمد وعلى آله وأصحابه ومن والاهم بإحسان أما بعد. ആദരണീയരായ വിധികർത്താക്കളെ, ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, സിബാഖിൻ്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ ഭക്തി നമ്മുടെ ശക്തി എന്ന വിഷയം നിങ്ങളുമായി സംവദിക്കാൻ എന്നെ അനുഗ്രഹിച്ച സർവ്വലോക സൃഷ്ടാവിന് സകല സ്തോത്രങ്ങളും സമർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളും തഖ്വക്ക് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിനോട് കൽപ്പിക്കുന്ന എല്ലാ ഇബാദത്തുകളും ഭക്തിക്ക് വേണ്ടിയാണ്. നോക്ക് നിങ്ങൾ, സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. ജനങ്ങളെ നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും പടച്ച റബ്ബിനെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയുമോ? ഖുർആൻ പറയുന്നു, ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാനാണ്, ഭയഭക്തിയുള്ളവരാകാനാണ് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നല്ലോ. സൂറത്തുൽ ബഖറയിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനമായ നോമ്പ് നിർബന്ധമാകുന്നതിനെ കുറിച്ച്, വ്രതാനുഷ്ഠാനം നിർബന്ധമാകുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. തഖ്വയുള്ളവരാകാൻ വേണ്ടി വ്രതമനുഷ്ഠിക്കണേ. തീർന്നില്ലല്ലോ, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധമായ ഇരു ഹറമുകളിലേക്ക് കടന്നു ചെല്ലുന്ന തീർത്ഥാടകർക്ക് ഇസ്ലാം നൽകുന്ന സന്ദേശം എന്താണ്? അവരുടെ കയ്യിൽ അവരോട് പിടിച്ചു നൽകാൻ പോകുന്ന പാദേയം എന്താണ്? മുറുകെ പിടിക്കാൻ പറഞ്ഞ പാദേയം എന്താണ്? ഫതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. നിങ്ങൾ പാദേയമായി കൊണ്ടുപോകേണ്ടത് തഖ്വയാണ്, അചഞ്ചലമായ ഭയഭക്തിയാണ്, ഉള്ളുറഞ്ഞ വിശ്വാസമാ. തീർന്നില്ലല്ലോ, അതും കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ നിങ്ങൾ അറവ് നടത്തുന്നുണ്ടെങ്കിൽ ആ അറവ് മൃഗത്തിൻ്റെ ഒന്നും നിങ്ങൾ എനിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതില്ല. അതിൻ്റെ തൂലികളോ അതിൻ്റെ മാംസങ്ങളോ എല്ലുകളോ എനിക്ക് മാറ്റിവെക്കേണ്ടതില്ല. വലാകിൻ യനാലുഹു അത്തഖ്വാ. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തഖ്വയാണ്, തഖ്വയാണ്, തഖ്വയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഖാദിസിയ പോർക്കളത്തിൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് കാലം നീണ്ടു നിന്ന യുദ്ധമാണല്ലോ ഖാദിസിയ. യുദ്ധം കഴിഞ്ഞ സ്വഹാബത്തൊക്കെ വലിയ അവശരായ യുദ്ധ ടെന്റുകളിൽ വിശ്രമിക്കുമ്പോൾ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു യാത്രയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ടെന്റുകളിലൂടെ നടന്നു പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹ്, അചഞ്ചലമായ അല്ലാഹുവിനോടുള്ള തഖ്വയോടുകൂടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ടാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയത്, വമിൻ ഹുനാ. ഇതുപോലുള്ള ആളുകൾ ഇസ്ലാമിൻ്റെ തലപ്പത്തുള്ളത് കൊണ്ടാ യുദ്ധം വിജയിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, തഴവ ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്താണ്? റബ്ബിന് തഖ്വ ചെയ്യണേ മടിക്കാതെയും, സൃഷ്ടിച്ചതും അതിനാ സുഹൃത്തേ നിന്നെയും. ഈമാൻ ഉരിയാനാണ് തഖ്വ ലിബാസുമാ. വഹബെന്നവർ പറയുന്നതായൊരു തത്വമാ. തഖ്വ ജീവിതത്തിൽ മുറുകെ പിടിച്ച്
മരണം വരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.